ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ IT. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സൈബർ ക്രൈംസ് ആണ്. സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ ഇതൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ്, ക്രൈംസിനെയാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. നൗഡേയ്സ് കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺസ് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഡേ ടു ഡേ ഉപയോഗം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അതനുസരിച്ച് സൈബർ ക്രൈംസും കൂടി വരികയാണ്. സോ സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, അതുപോലെ തന്നെ വൈറസിനെ സ്പ്രെഡ് ചെയ്യുന്നു, ഇതൊക്കെ എന്ന് പറയുന്നത് സൈബർ ക്രൈംസിൽ വരുന്ന കാര്യങ്ങളാണ്. സൈബർ ക്രൈം ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഏരിയ ഓഫ് ക്രൈം ദാറ്റ് ഇൻവോൾവ്സ് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക്. സൈബർ ക്രൈം ഇൻക്ലൂഡ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഫ്രോഡ്, സ്പ്രെഡിംഗ് വൈറസ് എക്സെട്ര. സൈബർ ക്രൈം എന്ന് പറയുന്നത് മെയിൻലി 2 കാറ്റഗറീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. സോ സൈബർ ക്രൈം എന്ന് പറയുന്നത് 2 കാറ്റഗറിയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ്, അതായത് കമ്പ്യൂട്ടറാണ് ടാർഗറ്റ്. ഒരു കമ്പ്യൂട്ടറിനെ മറ്റൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഹാക്കിംഗ്. സോ അതാണ് കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്രൈം ചെയ്യാനുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നു. ഫോർ എക്സാമ്പിൾ പ്രിൻറ്റിങ് ഫേക്ക് കറൻസീസ്. കമ്പ്യൂട്ടർ അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി ഫേക്ക് കറൻസീസ് പ്രിൻ്റ് ചെയ്യുന്നു. സോ ഇതാണ് കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ എന്ന് പറയുന്നത്. സൈബർ ക്രൈം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 ways: computer as a target and computer as a weapon. First one, computer as a target. Using computer to attack another computer. Example, hacking. Second one, computer as a weapon. Using a computer to commit real world crime. Example, printing fake currencies. Next, nature and scope of cyber crime. നമുക്കറിയാം കമ്പ്യൂട്ടർ ക്രൈംസ് ഡേ ടു ഡേ ഇൻക്രീസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്കോപ്പ് ആൻഡ് കോംപ്ലക്സിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും ഒക്കെ ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, ഡിഫൻസ് സിസ്റ്റം ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളവയ്ക്കാണ് കൂടുതൽ ഭീഷണി ഉയർത്തുന്നത്. സൈബർ ക്രൈംസിൻ്റെ സ്കോപ്പ് ആൻഡ് നേച്ചർ നമുക്ക് പല തലത്തിൽ പറയാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫിനോമിന, ദാറ്റ് ഈസ് സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിഭാസം. മനുഷ്യ സമൂഹം, ഹ്യൂമൻ സൊസൈറ്റി എന്ന് മുതൽക്കുണ്ടോ അന്ന് മുതൽക്ക് തന്നെ ക്രൈംസും ഉണ്ട്. അത്രത്തോളം തന്നെ പഴക്കമുണ്ട് ക്രൈംസിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രതിഭാസത്തിനും. കമ്പ്യൂട്ടറുകളുടെ ലോകം നമ്മളുടെ എക്സ്പെക്റ്റേഷനും അപ്പുറത്ത് മോഡേൺ സൊസൈറ്റിയെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഹ്യൂമൻ സൊസൈറ്റി ടെക്നോളജീസിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ ക്രൈംസിന് കൂടുതലായിട്ട് ഇരയാവുകയും ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, യൂട്ടിലൈസേഷൻ ഇതിനോടൊപ്പം തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് സൈബർ ക്രൈമിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫിനോമിന എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസെക്യൂർ നേച്ചർ. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ക്രൈംസിൻ്റെ മറ്റൊരു സ്കോപ്പ് ആൻഡ് നേച്ചർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഇൻസെക്യൂർ നേച്ചറാണ്. ദാറ്റ് ഈസ് ഇൻ്റർനെറ്റിൻ്റെ ഇൻസെക്യൂർ നേച്ചർ ധാരാളം സൈബർ ക്രൈംസിന് കാരണമാവുന്നുണ്ട്. ഇൻ്റർനെറ്റുമായി ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ ക്രിമിനൽസിന് ഇൻ്റർനെറ്റിൽ ധാരാളം ടാർഗറ്റ്സും ഉണ്ട്. സോ ഓൺലൈൻ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിനുള്ള, ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു എഫക്റ്റീവ് മീഡിയമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടെക്നോളജി അഡ്വാൻസ്ഡ് ക്രിമിനൽസ്. സോ നമുക്കറിയാം ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് സൈബർ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത്. സോ സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നതും ടെക്നോളജീസ് നന്നായി യൂസ് ചെയ്യാൻ അറിയാവുന്നതും ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ ഇതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നതുമായിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, സോ സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും, സ്കിൽഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു ടെക്നോളജിയെയും ചലഞ്ച് ചെയ്യുന്നതിൽ ത്രിൽഡ് ആയിട്ടുള്ള, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈം. സൈബർ ക്രൈമിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന്. സോ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്രൈം അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ.
ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിന് എതിരെ നടത്തുന്ന ക്രൈം, സൈബർ സ്റ്റാക്കിംഗ്, ട്രാഫിക്കിംഗ്, പോണോഗ്രാഫി ഇതൊക്കെ എന്ന് പറയുന്നത് സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാക്കിംഗ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള ഡേറ്റ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, ദാറ്റ് ഈസ് പെർമിഷൻ ഇല്ലാതെ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഡേറ്റ, ഇൻഫർമേഷൻ, ഫയൽസ് ഇതൊക്കെ ആരുടെയും പെർമിഷൻ ഇല്ലാണ്ട് തന്നെ ആക്സസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഹാക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന പേഴ്സൺ ആരാണോ ആ പേഴ്സണെയാണ് ഹാക്കർ എന്ന് പറയുന്നത്. Hacking is the process of gain the unauthorized access of data in a system of computer. The person who involved hacking is called hacker. ഹാക്കിങ്ങിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്ന മറ്റൊരു പ്രോസസ്സാണ് ക്രാക്കിംഗ്. ദാറ്റ് ഈസ് മറ്റൊരാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, നെറ്റ്വർക്ക് സിസ്റ്റം ഇതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു. ആ ഒരു ആക്ടിവിറ്റിയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ക്രാക്കിംഗ് ചെയ്യാൻ എക്സ്പേർട്ടായിട്ടുള്ള ടെക്നിക്കൽ പേഴ്സണെയാണ് ക്രാക്കർ എന്ന് പറയുന്നത്. സോ ഈ ക്രാക്കറിനെ സൈബർ ബർഗ്ലാർ എന്നും അറിയപ്പെടുന്നുണ്ട്. എ ക്രാക്കർ ഈസ് എ ടെക്നിക്കൽ പേഴ്സൺ ഹു ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ബ്രേക്കിംഗ് ഇൻ ടു അതർ സിസ്റ്റംസ് വിതൗട്ട് ദ നോളജ് ഓർ കൺസെൻറ്റ് ഓഫ് ദ അതർ പേഴ്സൺ. എ ക്രാക്കർ ഈസ് ഓൾസോ നോൺ ആസ് സൈബർ ബർഗ്ലാർ. സോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഒരാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അയാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഡേറ്റ ആക്സസ് ചെയ്യുന്നു. സോ അതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് അഗെയിൻ 3 കാറ്റഗറീസ് ഉണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഓർ എത്തിക്കൽ ഹാക്കേഴ്സ്. സോ എത്തിക്കൽ ഹാക്കേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സതുദ്ദേശത്തോടു കൂടി കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ യാതൊരു പ്രോബ്ലംസും ഉണ്ടാക്കാതെ സെക്യൂരിറ്റി പർപ്പസിനായിട്ട് പെർമിഷനോട് കൂടി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ കളക്ട് ചെയ്യുന്ന വ്യക്തികളെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. സോ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നതും ഇൻഫർമേഷൻ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നും ഇൻഫർമേഷൻ, ഡേറ്റ ഒക്കെ ആക്സസ് ചെയ്യുകയാണ്. പക്ഷേ അത് പെർമിഷനോട് കൂടിയായിരിക്കും. ഒരു കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കില്ല ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്യുന്നത്. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആയിരിക്കും വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ വെബ്സൈറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആർക്കെങ്കിലും ആ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട്, കൺഫേം ചെയ്യുന്നതിനായിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ടെക്നിക്കൽ പേഴ്സണെയൊക്കെ ഏൽപ്പിക്കും. ഓക്കെ, സോ ഇവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അവർ ആ ഒരു വെബ്സൈറ്റ് നോക്കുകയും എന്തെങ്കിലും രീതിയിൽ ആ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിൽ നോക്കുകയും അത് ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യുകയും അതിനനുസരിച്ച് ആ ഒരു വെബ്സൈറ്റ് വീണ്ടും ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഒക്കെ പെർമിഷനോട് കൂടി ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്ന ആളിനെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. White hat hackers use his skill for good things and do not harm the computer. He only learns about various information system and collect information for security purpose. Next one, black hat hackers. That is unethical hackers. So എന്തെങ്കിലും കമ്പ്യൂട്ടർ ക്രൈം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, ദാറ്റ് ഈസ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള കമ്പ്യൂട്ടർ ക്രൈം ചെയ്യുന്ന വ്യക്തികളെയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് അല്ലെങ്കിൽ അൺഎത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ദ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ക്യാരീസ് ഓൺ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ ക്രൈംസ്. He gains unauthorized access to computer with malicious intention for private gain. ദാറ്റ് ഈസ് ഒരാൾ അയാളുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അത് തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുകയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ ക്രൈംസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളെയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നും അയാളുടെ
പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ, അയാളുടെ യൂസർ നെയിം, പാസ്വേഡ്, അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഇതൊക്കെ ആക്സസ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു, തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ആ രീതിയിലുള്ള ഹാക്കേഴ്സിനെയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ദാറ്റ് ഈസ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെയും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. സോ ഈ ഒരു ടൈപ്പ് കാറ്റഗറിയിൽ വരുന്നവർ ഒരു പക്ഷേ ഇല്ലീഗലായിട്ടായിരിക്കാം അല്ലെങ്കിൽ ലീഗലായിട്ടായിരിക്കാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്യുന്നത്. Grey hat hacker is a hacker who is a combination of white hat hackers and black hat hackers. Next one is cyber stacking. ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്ത് ഒരു ഇൻഡിവിജ്വലിനെ, ഒരു ഗ്രൂപ്പിനെ, ഒരു ഓർഗനൈസേഷനെ ഒക്കെ ഹരാസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രൈറ്റൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്റ്റാക്കിംഗ് ഈസ് ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് to harass or frighten an individual, group or organization. Next one is identity theft. ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അറിവോ സമ്മതമോ ഇല്ലാണ്ട് അയാളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ദാറ്റ് ഈസ് ആ വ്യക്തിയുടെ നെയിം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതിനെയാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇമെയിൽ സ്പൂഫിംഗ്. സോ ഒരു ഇമെയിൽ ഐ ഡിയോട് ഐഡൻറ്റിറ്റിക്കലായ മറ്റൊരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് മറ്റ് വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതുവഴി എന്തെങ്കിലും ക്രൈം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഒരു വ്യക്തിയുടേത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റേത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ മറ്റൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് മെയിൽ അയക്കുകയൊക്കെ ചെയ്യുന്നു. സോ അതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ചിലപ്പോഴൊക്കെ ചില ബാങ്കിൻ്റേത് എന്നുള്ള രീതിയിൽ മെയിൽസ് ഒക്കെ വരാറുണ്ട്, നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SBI അല്ലെങ്കിൽ ഒരു ഫെഡറൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ഇതിൻ്റെയൊക്കെ മെയിൽ ഐ ഡിയോട് സാമ്യമുള്ള രീതിയിൽ അതിൻ്റെ എംബ്ലോക്കെ വെച്ച് ആ രീതിയിൽ ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളുടെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ രീതിയിൽ ഇമെയിൽസ് അയക്കുന്നതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് തോന്നും ഒറിജിനൽ സോഴ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ മെയിലെന്ന്, പക്ഷേ ഇത് മറ്റൊരു സോഴ്സിൽ നിന്ന് ആയിരിക്കും. ഓക്കെ, ഇമെയിൽ സ്പൂഫിംഗ് റെഫേഴ്സ് ടു ആൻ ഇമെയിൽ ദാറ്റ് അപ്പിയേഴ്സ് ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം വൺ സോഴ്സ് വൈൽ ദേ ആർ ആക്ച്വലി സെൻഡ് ഫ്രം അതർ സോഴ്സ്. നെക്സ്റ്റ് വൺ, വെബ് ഹൈജാക്കിംഗ്. വെബ്സൈറ്റ് ഹൈജാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഓണറിന് ആ വെബ്സൈറ്റിന്മേലുള്ള എല്ലാ കൺട്രോളും നിഷേധിച്ചുകൊണ്ട് ആ വെബ്സൈറ്റിന്മേലുള്ള എല്ലാ കൺട്രോളും ഫോഴ്സ്ഫുള്ളി യൂസ് ചെയ്യുന്നു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് വെബ്സൈറ്റ് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് ഹൈജാക്കിംഗ് റെഫേഴ്സ് ടു ടേക്കിംഗ് ഫോഴ്സ്ഫുൾ കൺട്രോൾ ഓവർ എ പേഴ്സൺസ് വെബ്സൈറ്റ് ആൻഡ് ദെയർബൈ ഡിനൈയിങ് ദ ഓണേഴ്സ് കൺട്രോൾ ഓവർ ഹിസ് വെബ്സൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഇമെയിൽ സ്പാമിംഗ്. ഇമെയിൽ സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊമേഴ്സ്യൽ മെയിൽസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെയുള്ള അൺവാണ്ടഡ് മെയിൽസൊക്കെ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിളിന് സെൻഡ് ചെയ്യുന്നതിനെയാണ് ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ സ്പാമിംഗ് റെഫേഴ്സ് ടു സെൻഡിങ് ഇമെയിൽസ് ടു തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ മെയിൽസിലൊക്കെ ഒരുപാട് നമ്മളുടെ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത തന്നെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ്, ഒരുപാട് പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസസിനെ കുറിച്ചും ഉള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ എന്ന് പറയുന്നത് സ്പാം മെസ്സേജസ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻഡിങ് വൈറസ് ഓർ മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ, ഒരു നെറ്റ്വർക്കിനെ ഒക്കെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ സോഫ്റ്റ്വെയർസിനെ, മലീഷ്യസ് പ്രോഗ്രാംസിനെ ഒക്കെ സെൻഡ് ചെയ്യുന്നതിനെയാണ് സെൻഡിങ് വൈറസ് ഓർ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ മലീഷ്യസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വൈറസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെ ഒക്കെ ഫുള്ളി ഓർ പാർഷ്യലി ഡിസ്ട്രോയ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെയാണ് വൈറസ് അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് എന്നൊക്കെ പറയുന്നത്. ഈ വൈറസിനെ അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയറിനെ ഒക്കെ ഇമെയിലായിട്ടോ ഒക്കെ സെൻഡ് ചെയ്യുന്നു. സോ അതെന്ന് പറയുന്നതും ഇൻഡിവിജ്വലിനെതിരെയുള്ളൊരു ക്രൈമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫാമേഷൻ. ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒക്കെ റെപ്യൂട്ടേഷനെ ഹാം ചെയ്യുന്ന രീതിയിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിഫാമേഷൻ എന്ന് പറയുന്നത്.
ദാറ്റ് ഈസ് ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെയൊക്കെ റെപ്യൂട്ടേഷനെ നെഗറ്റീവായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് ഡിഫാമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. ദാറ്റ് ഈസ് മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു. ദാറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് മെറ്റീരിയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഡീസൻറ്റ് എക്സ്പോഷർ, പോണോഗ്രാഫി, ബേസിക്കലി ചൈൽഡ് പോണോഗ്രാഫി. സോ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വെബ്സൈറ്റൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി ഇത് അഡോളസെൻ്റ് ഏജിലുള്ള കുട്ടികളെ, ദാറ്റ് ഈസ് കൗമാരപ്രായക്കാരായ കുട്ടികളെയൊക്കെ ദോഷകരമായി അഫക്റ്റ് ചെയ്യുകയും അവരുടെ മനസ്സിനെ അത് കറപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിപ്രൈവ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ ഹാക്കിംഗ്, സെക്കൻഡ് വൺ സൈബർ സ്റ്റാക്കിംഗ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഇമെയിൽ സ്പൂഫിംഗ്, വെബ് ഹൈജാക്കിംഗ്, ഇമെയിൽ സ്പാമിംഗ്, സെൻഡിങ് വൈറസ് ഓർ മലീഷ്യസ് സോഫ്റ്റ്വെയർ, ഡിഫാമേഷൻ ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്രൈം എഗെയിൻസ്റ്റ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെതിരെയുള്ള സൈബർ ക്രൈംസ്. മലീഷ്യസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ്റെ സിസ്റ്റം ഡിസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, ഒരു ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസാണ് ക്രൈം എഗെയിൻസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷനെതിരെയുള്ള ക്രൈം എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് കൺട്രോൾ ഓവർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു ഓർഗനൈസേഷൻ്റെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ഗെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൈറേറ്റഡ് സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതായത് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ, പകർപ്പവകാശമില്ലാത്ത സോഫ്റ്റ്വെയർസ് ഒക്കെ ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ലാസ്റ്റ് വൺ ഈസ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്കിൽ അൺനെസസറി ട്രാഫിക് ഉണ്ടാക്കിയിട്ട് ആ ഒരു നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ സെർവറിനെയൊക്കെ ഡൗൺ ചെയ്യിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, നമുക്കറിയാം ഇപ്പോൾ മിക്കവാറും ബിസിനസ് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നതും അതുപോലെ തന്നെ ബിസിനസ് ട്രാൻസാക്ഷന് ഒക്കെ നടക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്കിലേക്ക് ഒരുപാട് ട്രാഫിക് ഉണ്ടാക്കി ആ ഒരു നെറ്റ്വർക്കിനെ ബിസിയാക്കുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനൊന്നും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അവരുടെ നെറ്റ്വർക്ക് സിസ്റ്റം ആക്സസ് ചെയ്യാനോ അവരുടെ വെബ്സൈറ്റ് ഒന്നും ആക്സസ് ചെയ്യാനോ ഒക്കെ പറ്റാതെ വരുന്നു. സോ അത് ആ ഒരു ബിസിനസ്സിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരാളുടെ മെയിലിലേക്ക് ഒരുപാട് സ്പാം മെയിൽസൊക്കെ അയച്ചുകൊണ്ട് ആ ഇമെയിൽ ബോക്സ് ഫില്ല് ചെയ്യുന്നു. ഈ രീതിയിലൊക്കെയുള്ള അറ്റാക്കിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ക്രൈം അഗെയിൻസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അൺഓതറൈസ്ഡ് കൺട്രോൾ ഓവർ കമ്പ്യൂട്ടർ സിസ്റ്റം, സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. നെക്സ്റ്റ് കാറ്റഗറി ക്രൈം അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. സോ നമുക്കറിയാം ഇന്ന് ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ ഡേ ടു ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിസിനസ്സും കൺസ്യൂമേഴ്സും ഒക്കെ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ കൂടുതലായിട്ടും ഇപ്പോൾ ഇലക്ട്രോണിക് ഫോമിലാണ്. സോ അതുകൊണ്ട് തന്നെ ഒരാളുടെ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള സൈബർ ക്രൈംസും കൂടുതലാണ്. സോ ക്രൈം അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രൈം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ്. കുറേ റൈറ്റ്സിൻ്റെ ഒരു ബണ്ടിലാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ ഒരാളുടെ റൈറ്റ്സ് ഫുള്ളി ഓർ പാർഷ്യലി ഡിപ്രൈവ് ചെയ്യുന്നത് കുറ്റകരമാണ്. ദാറ്റ് ഈസ് IPR വയലേഷൻ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പൈറസി ആകാം, ഒരാളുടെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുന്നതോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ്, ഡിസൈൻ ആൻഡ് സർവീസ് മാർക്ക് വയലേഷൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് തെഫ്റ്റ് ചെയ്യുക. സോ ഇതൊക്കെ എന്ന് പറയുന്നത് IPR വയലേഷനിൽ വരുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് സൈബർ സ്ക്വാട്ടിംഗ്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായ രീതിയിൽ മറ്റൊരാളുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ ട്രേഡ് മാർക്കിന് ഐഡൻറ്റിറ്റിക്കലായ രീതിയിലുള്ള ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുകയോ യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു. സോ ഇതിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ് ഈസ് ദ ഇല്ലീഗൽ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ഓർ യൂസ് ദാറ്റ് ഈസ് ലൈക്ലി ടു ബി ദ ട്രേഡ് മാർക്ക് ഓഫ് അതേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് സൈബർ വാൻഡലിസം.
സോ സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ആക്സസ് ചെയ്യുകയും അതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയോ ഡാമേജ് ചെയ്യുകയോ ചെയ്യുന്നു. സോ ഇതിനെയാണ് സൈബർ വാൻഡലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മെറ്റാ ടാഗിങ്. മെറ്റാ ടാഗിങ് എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ സ്വന്തം ഡൊമൈൻ നെയിമിൽ മറ്റൊരു വ്യക്തിയുടെ വെൽ നോൺ ട്രേഡ് മാർക്ക് വേർഡ് യൂസ് ചെയ്യുന്നു. സോ അതിനെയാണ് മെറ്റാ ടാഗിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ആമസോൺ എന്ന് പറയുന്നൊരു കീവേഡ് യൂസ് ചെയ്യാണ്. സോ ഒരു യൂസർ ഇൻ്റർനെറ്റിൽ ആമസോൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. സോ ആ രീതിയിൽ ഒരു വെൽ നോൺ ട്രേഡ് മാർക്ക് വേർഡ് ഒരാൾ അയാളുടെ സ്വന്തം ഡൊമൈൻ നെയിമിൽ യൂസ് ചെയ്യുന്നതിനെയാണ് മെറ്റാ ടാഗിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സൈബർ ട്രെസ്പാസ്. സൈബർ ട്രെസ്പാസ് എന്ന് പറഞ്ഞാൽ വയർലെസ് ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്ത് ഒരാളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അയാളെ യാതൊരു വിധത്തിലും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യുന്നു. സോ അതിനെയാണ് സൈബർ ട്രെസ്പാസ് എന്ന് പറയുന്നത്. Cyber trespass means unauthorized access to someone's computer without affect the owner by using wireless internet connection. Next one is internet time theft. Internet time theft എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പേ ചെയ്ത് വാങ്ങിയിട്ടുള്ള ഇൻ്റർനെറ്റ് അവേഴ്സ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരാൾ യൂസ് ചെയ്യുന്നു. സോ അതിനെയാണ് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ് ഈസ് എ യൂസേജ് ബൈ ആൻ അൺഓതറൈസ്ഡ് പേഴ്സൺ ഓഫ് ദ ഇൻ്റർനെറ്റ് അവേഴ്സ് പെയ്ഡ് ഫോർ ബൈ ദ അതർ പേഴ്സൺ. സോ ഇത്രയുമാണ് ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രൈം, സെക്കൻഡ് വൺ സൈബർ സ്ക്വാട്ടിംഗ്, നെക്സ്റ്റ് സൈബർ വാണ്ടലിസം, മെറ്റാ ടാഗിംഗ്, സൈബർ ട്രെസ്പാസ് ആൻഡ് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. നെക്സ്റ്റ് കാറ്റഗറി ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെതിരെയുള്ള സൈബർ ക്രൈം. ഒരു രാജ്യത്തിൻ്റെ യൂണിറ്റി, ഓണർ, സെക്യൂരിറ്റി ഇതൊക്കെ ത്രെട്ടൺ ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈംസിനെയാണ് ക്രൈം അഗെയിൻസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ ക്രൈം അഗെയിൻസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈബർ ടെററിസം. സോ ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും രീതിയിലുള്ള സിവിയർ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ജീവഹാനി ഉണ്ടാക്കുക, ഫിയർ സ്പ്രെഡ് ചെയ്യുക, ഈ രീതിയിലുള്ള വയലൻറ്റ് ആക്റ്റൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ ഇതൊക്കെ യൂസ് ചെയ്യുന്നു. സോ ഇതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. സോ സൈബർ ടെററിസം ഈസ് ദ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ടു കണ്ടക്ട് വയലൻറ്റ് ആക്ട്സ് ദാറ്റ് കോസ് സിവിയർ ഡിസ്ട്രപ്ഷൻ, ലോസ് ഓഫ് ലൈഫ്, വൈഡ് സ്പ്രെഡ് ഫിയർ എക്സെട്ര. നെക്സ്റ്റ് വൺ സൈബർ വാർഫെയർ. സൈബർ വാർഫെയർ എന്ന് പറയുന്നത് ഒരു നേഷൻ മറ്റൊരു നേഷന് അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ കമ്പ്യൂട്ടർ, നെറ്റ്വർക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അറ്റാക്ക് കണ്ടക്ട് ചെയ്യുന്നു. സോ ഇതാണ് സൈബർ വാർഫെയർ എന്ന് പറയുന്നത്. സൈബർ വാർഫെയർ ഈസ് എ കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് ബേസ്ഡ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അറ്റാക്ക് ബൈ എ നേഷൻ സ്റ്റേറ്റ് ഓൺ അനദർ നേഷൻ സ്റ്റേറ്റ്. നെക്സ്റ്റ് സൈബർ എസ്പിനേജ്, ദാറ്റ് ഈസ് ചാരവൃത്തി. സോ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്ത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്യുന്നു, ഒബ്റ്റെയിൻ ചെയ്യുന്നു. സോ അതിനെയാണ് സൈബർ എസ്പിനേജ് എന്ന് പറയുന്നത്. സൈബർ എസ്പിനേജ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് ഇൻഫർമേഷൻ ടെക്നോളജി ടു ഒബ്റ്റെയിൻ സീക്രട്ട് ഇൻഫർമേഷൻ വിതൗട്ട് ദ പെർമിഷൻ ഫ്രം ഇറ്റ്സ് ഓണർ. സോ ഇത്രയുമാണ് ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ സൈബർ ടെററിസം, സെക്കൻഡ് വൺ സൈബർ വാർഫെയർ ആൻഡ് തേർഡ് വൺ സൈബർ എസ്പിനേജ്. നെക്സ്റ്റ് ക്രൈം എഗെയിൻസ്റ്റ് സൊസൈറ്റി, ദാറ്റ് ഈസ് ഒരു സൊസൈറ്റിക്കെതിരെയുള്ള സൈബർ ക്രൈം. സോ ഒരു സൊസൈറ്റിക്ക് എതിരെയുള്ള സൈബർ ക്രൈം എന്ന് പറയുന്നത് ആ ഒരു സൊസൈറ്റിയെ വളരെ വലിയ രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. സോ കോമൺലി പറയുന്ന സൈബർ ക്രൈം, സൊസൈറ്റിക്കെതിരെയുള്ള സൈബർ ക്രൈം എന്ന് പറയുന്നത് ഫസ്റ്റ് സൈബർ ട്രാഫിക്കിംഗ്, ദാറ്റ് ഈസ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ഇല്ലീഗലായ രീതിയിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. അതിനെയാണ് സൈബർ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോണോഗ്രഫി. പോണോഗ്രഫി മീൻസ് ഒബ്സീൻ മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ഇൻഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസ്, മെസ്സേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ക്രിയേറ്റ് ചെയ്യുകയോ ആക്സസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു. സോ അതിനെയാണ് പോണോഗ്രഫി എന്ന് പറയുന്നത്.
Pornography involves the use of computer networks to create, distribute, or access obscene material, include all the videos, photos, etc. Last one is financial crime. That is ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബർഗ്ലറി, അതുപോലെ തന്നെ ആംഡ് റോബറി, മർഡർ. സോ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ക്രൈം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ക്രൈം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സലാമി അറ്റാക്ക്. സോ സലാമി അറ്റാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ഫിനാൻഷ്യൽ ക്രൈം ആണ്. ദാറ്റ് ഈസ് ഒരു ലാർജ് സ്കെയിൽ അറ്റാക്കിന് കാരണമാകുന്ന സ്മോളർ അറ്റാക്സിൻ്റെ ഒരു സീരീസ് ആണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ വളരെ ചെറിയൊരു എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു 100 റുപ്പീസൊക്കെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു 5 പൈസ അല്ലെങ്കിൽ 10 പൈസയൊക്കെ അതിൽ നിന്ന് എടുക്കുന്നു. സോ ഇത് വളരെ ചെറിയ ഒരു എമൗണ്ട് ആയതുകൊണ്ട് നമ്മളത് നോട്ടീസ് ചെയ്യത്തില്ല. ബട്ട് ഈ രീതിയിൽ നമ്മളൊരു ലക്ഷങ്ങളുടെയൊക്കെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇങ്ങനെ എടുക്കുന്ന ചെറിയ ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് സച്ച് എ ലാർജ് എമൗണ്ട് ആയിരിക്കും. സോ ഈ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈം നടത്തുന്നതിനെയാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കടയിലൊക്കെ ചെന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു 500 റുപ്പീസൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു 50 പൈസ അല്ലെങ്കിൽ ഒരു രൂപയുടെ ഒക്കെ കുറവുണ്ട്, അത് തരാനായിട്ട് ബാലൻസ് ഇല്ല. അപ്പം നമ്മൾ 1 രൂപയല്ലേ അല്ലെങ്കിൽ 50 പൈസ അല്ലേ എന്ന് കരുതി നമ്മളത് ഒഴിവാക്കും അല്ലേ. അപ്പം ആ ഒരു രൂപ അല്ലെങ്കിൽ 50 പൈസ ആ കടയുടെ ഓണറിന് കിട്ടി. ഇങ്ങനെ 10 പേരുടെ കയ്യിൽ നിന്നാകുമ്പം എത്ര രൂപയായി? സോ ഈ രീതിയിൽ ഫിനാൻഷ്യൽ ക്രൈം ചെയ്യുന്നു ഓൺലൈനായിട്ട്. സോ അതാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. A salami attack is a series of smaller attacks that together result in a large-scale attack. It is a form of financial crime where the criminals take an amount of money that is so significant in a single case so that it would go completely unnoticed, but the number of cases would be very large. Next one is online gambling. Online gambling എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ചൂതാട്ടം. ഓക്കെ, ദാറ്റ് ഈസ് ക്രെഡിറ്റ് കാർഡ്സോ ഡെബിറ്റ് കാർഡ്സോ ഒക്കെ യൂസ് ചെയ്ത് കാസിനോസിൽ, പോക്കേഴ്സിൽ ഇവിടെയൊക്കെ പേയ്മെൻറ്റ്സ് നടത്തുന്നു. അതുപോലെ തന്നെ സ്പോർട്സ് ബെറ്റിങ്ങിലൊക്കെ ഇൻവോൾവ് ആവുന്നു. ആ രീതിയിൽ ഇല്ലീഗലായി ഓൺലൈനായിട്ട് ഫിനാൻഷ്യൽ ക്രൈം നടത്തുന്നു. സോ അതാണ് ഓൺലൈൻ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഓൺലൈൻ ഗാംബ്ലിംഗ് ഈസ് ദ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഓഫ് ഗാംബ്ലിംഗ് ഇൻക്ലൂഡ് സ്പോർട്സ് ബെറ്റിംഗ്, കാസിനോസ് ആൻഡ് പോക്കർ ബൈ യൂസിങ് ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ് എക്സെട്ര. നെക്സ്റ്റ് വൺ ഈസ് സൈബർ കോൺട്രാബാൻഡ്. ദാറ്റ് ഈസ് ചില ലൊക്കേഷനിലൊക്കെ ബാൻഡായിട്ടുള്ള മെറ്റീരിയൽസ് അത് ഇല്ലീഗലായി ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് സൈബർ കോൺട്രാബാൻഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് സൈബർ ലോണ്ടറിങ്. സൈബർ ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായി ഒബ്റ്റെയിൻ ചെയ്ത മണീസ്, ദാറ്റ് ഈസ് ബ്ലാക്ക് മണീസൊക്കെ വെളുപ്പിക്കുന്നു. അതിനെയാണ് സൈബർ ലോണ്ടറിങ് എന്ന് പറയുന്നത്. Cyber laundering is the electronic transfer of illegally obtained money with the goal of hiding its source and its destination. സോ നമുക്കറിയാം അതിൻ്റെ സോഴ്സും ഡെസ്റ്റിനേഷനും ഒന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അത് ഇല്ലീഗലായ രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്ത മണി ആയിരിക്കും. ഓക്കെ, സോ ഇത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നിയമാനുസൃതം കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് മണീസൊക്കെ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അതാണ് സൈബർ ലോണ്ടറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നൊരു സൈബർ ക്രൈമിൻ്റെ കാറ്റഗറിയാണ് ഇമെയിൽ ക്രൈംസ്. സോ ഇമെയിൽ ക്രൈം എന്ന് പറഞ്ഞാൽ ഇമെയിൽ യൂസ് ചെയ്ത് ക്രൈം നടത്തുന്നു. സോ അതാണ് ഇമെയിൽ ക്രൈം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമെയിൽ ഫ്രോഡ്. ഒരാളുടെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളിനെ ഡാമേജ് ചെയ്യുന്നതിന് വേണ്ടിയോ ഇമെയിൽസ് ഒരാൾക്ക് സെൻഡ് ചെയ്യുന്നു. സോ അതിനെയാണ് ഇമെയിൽ ഫ്രോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമെയിൽ സ്പൂഫിംഗ്. ഇമെയിൽ സ്പൂഫിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോഴ്സിൽ നിന്ന് എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇമെയിലിനോട് ഐഡൻറ്റിറ്റിക്കലായ രീതിയിൽ മറ്റൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് മെയിൽ അയക്കുന്നു. സോ അതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമെയിൽ സ്പാമിംഗ്. ഇമെയിൽ സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് മെസ്സേജസ് ഒരുപാട് ഫ്ലഡ് ചെയ്യുന്നു. അതായത് ഒരുപാട് കൊമേഴ്സ്യൽ, അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ അയക്കുന്നതിനെയാണ്, തൗസൻഡ്സ് ഓഫ് ആൾക്കാർക്ക് അയക്കുന്നതിനെയാണ് ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമെയിൽ ബോംബിംഗ്. ദാറ്റ് ഈസ് ഒരാളുടെ ഇമെയിൽ അക്കൗണ്ട് ക്രാഷ് ചെയ്യുന്ന രീതിയിൽ അയാളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നു. സോ അതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ, ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ക്രൈം എഗെയിൻസ്റ്റ് സൊസൈറ്റി ആൻഡ് ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ്.
അത് കൂടാതെ വരുന്ന 2 സൈബർ ക്രൈംസ് ആണ്. ഒന്ന് ഇമെയിൽ ക്രൈം, അടുത്തത് ഫിനാൻഷ്യൽ ക്രൈം. ഓക്കെ, സോ ഹോപ്പ് ഓൾ ആർ ക്ലിയർ വിത്ത് ദ ടോപ്പിക്. സോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.